നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ക്രാഷൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബിറ്റ്കോയിൻ അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്ന് ഏകദേശം 50% താഴേക്ക് വന്നു നിൽക്കുന്ന ബിറ്റ്കോയിൻ വളരെ വില കുറവിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണിത്. പലരും ഒരുപാട് പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പലരും വളരെ വലിയ ടെൻഷനിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു 2 മാസം മുൻപൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ഒരു 50% അല്ലെങ്കിൽ അതിന് താഴേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഇനി എന്ത് ചെയ്യണം, എപ്പോഴാണ് മാർക്കറ്റ് തിരിച്ച് കയറുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള 2 ക്രാഷിൻ്റെ സമയത്തും ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ളത്. ഒരിക്കലും നമ്മളൊരു ബിയർ മാർക്കറ്റിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുമ്പോൾ നമ്മൾ വളരെയധികം പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ കിട്ടിയ വിലയ്ക്ക് എല്ലാം വിറ്റ് പെറുക്കി രക്ഷപ്പെടേണ്ട അത്തരത്തിലുള്ള ഒരു ആവശ്യം ഒന്നും നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതെല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കയറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടായിരിക്കും. ആ ഇറക്കം കഴിഞ്ഞാൽ വീണ്ടും ഒരു കയറ്റം വരും. അപ്പോൾ അത്തരത്തിലൊരു ബിയർ മാർക്കറ്റ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം പാനിക്കായി ഉള്ള പൈസ മുഴുവൻ കൊണ്ട് കളയേണ്ട, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടേണ്ട ഒരു അവസ്ഥയൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബിയർ മാർക്കറ്റ് നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ബിയർ മാർക്കറ്റിലും നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. 2 തരം ആളുകളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാവാം. ഒന്ന് ഇൻവെസ്റ്റേഴ്സ്, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്. അതായത് ഓൾറെഡി ഒരു ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ട്രേഡേഴ്സാണ്. ഡെയിലി ട്രേഡേഴ്സ് ആയാലും അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡേഴ്സ് ആയാലും അവർക്ക് യൂസ്ഫുൾ ആകുന്ന, അല്ലെങ്കിൽ അവർ ബിയർ മാർക്കറ്റിനെ ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രേഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ആരുടെ കോട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോട്ടാണ്. ഞാനത് എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോട്ടാണ്. റിസ്ക് കംസ് ഫ്രോം നോട്ട് നോയിങ് വാട്ട് യു ആർ ഡൂയിങ്. ദെർ ഈസ് എ ടൈം ടു ഗോ ലോങ്, എ ടൈം ടു ഗോ ഷോർട്ട്. നമ്മുടെ വീഡിയോസ് ഏറ്റവും തുടക്കം മുതൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളെപ്പോഴും ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒപ്പം മാത്രമേ സഞ്ചരിക്കാനായിട്ട് പാടുള്ളൂ. നമ്മളെപ്പോഴും ട്രെൻഡിനൊപ്പം മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കോട്ടിലും പറയുന്നത്. അതായത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാകുന്നത്. നമുക്ക് എപ്പോഴും ഒരു ലോങ് പൊസിഷൻ എടുക്കാനും ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഷോർട്ട് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ബിയർ മാർക്കറ്റ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബുൾ മാർക്കറ്റ് മാത്രമല്ല നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ബിയർ മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് തെളിവായിട്ട് ഞാൻ ഈ ഒരു മാസം ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ബൈനാൻസ് ഫ്യൂച്ചേഴ്സ് PNL ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഏകദേശം എനിക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു മാസം എനിക്ക് ഈ ഒരു ബിയർ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ PNLും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ബിയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിതിൽ ലഭ്യമായിരുന്നു. നിങ്ങൾ എത്ര പേരത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നമ്മൾ ട്രേഡേഴ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ബുൾ മാർക്കറ്റ് ആയാലും ബിയർ മാർക്കറ്റ് ആയാലും നമുക്കൊരു ചുക്കുമില്ല, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ലോങ് പൊസിഷൻ ആണോ ഷോർട്ട് പൊസിഷൻ ആണോ എടുക്കേണ്ടത് എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് മാർക്കറ്റ് ആയാലും നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ബിയർ മാർക്കറ്റാണ്. നിങ്ങൾ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുക, അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നോക്കാം. അവരെല്ലാവരും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു ബിയർ മാർക്കറ്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കമ്പനികൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബിയർ മാർക്കറ്റിലായിരിക്കും. അവരൊരിക്കലും ഒരു ബുൾ മാർക്കറ്റിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് ആരും തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും ഈ ഒരു ബിയർ മാർക്കറ്റിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ ഈ ഒരു ബിയർ മാർക്കറ്റിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് തന്നെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും അല്ലെങ്കിൽ
വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലുള്ള ചെറിയ ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ഒരു ബുൾ മാർക്കറ്റിൽ ഏറ്റവും ഓൾ ടൈം ഹൈയിൽ പോയിട്ട് വാങ്ങുന്നതും ഒരു ബിയർ മാർക്കറ്റ് വരുമ്പോൾ പൈസ മുഴുവൻ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ടുകൾ കിട്ടും. അതായത് മുൻ വർഷങ്ങളിലെ ഓരോ കോയിനുകളുടെയും പ്രൈസും അതിൻ്റെ റാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളൊരു 2 കൊല്ലം മുൻപുള്ള ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ടുകൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ അന്ന് ടോപ്പ് 10 റാങ്കിൽ ഉണ്ടായിരുന്ന പല ഓൾട്ട് കോയിനുകളും നമുക്ക് 2022 ആയപ്പോൾ ഒരു ടോപ്പ് 20 ലിസ്റ്റിൽ പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഓൾട്ട് കോയിനിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഒരു കോയിൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കോയിനാണോ, അല്ലെങ്കിൽ ഈ ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോയിൻ ഈ ഒരു ടോപ്പ് 10 റാങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ തന്നെ ആ ഒരു കോയിന് നിലനിൽക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 2019 ജനുവരി 27 ഒരു ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ടിലാണ്. ഇതിൽ നിങ്ങൾ നോക്കുക, ഓരോ കോയിൻ്റെയും പ്രൈസ്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും $3583 ആയിരുന്നു. 2ാം സ്ഥാനത്ത് XRP ഉണ്ട്, 3ാം സ്ഥാനത്ത് എത്തേറിയം ഉണ്ട്, 4ാം സ്ഥാനത്ത് ബിറ്റ് കോയിൻ ക്യാഷ് ഉണ്ട്. അങ്ങനെ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ നമുക്കിവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി 2020 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 ഉണ്ടായിരുന്ന എത്ര കറൻസികൾ അല്ലെങ്കിൽ എത്ര ഓൾട്ട് കോയിനുകൾ ആ ടോപ്പ് 10 സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്? 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന XRP 3ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്, 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന എത്തേറിയം 2ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള എത്ര ഓൾട്ട് കോയിനുകൾ ആ ഒരു ടോപ്പ് 10 സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്? ഇനി 2021 ഹിസ്റ്റോറിക്കൽ സ്നാപ്ഷോട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും 2020 ഉണ്ടായിരുന്ന എത്ര ഓൾട്ട് കോയിനുകൾ ആ ടോപ്പ് 10 റാങ്കിൽ തൊട്ടടുത്ത വർഷം ആ ഒരു സ്ഥാനം നിലനിർത്തിയിട്ടുള്ള എത്ര ഓൾട്ട് കോയിനുകളുണ്ട്. ബിറ്റ് കോയിനും എത്തേറിയം മാത്രമേ അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഓൾട്ട് കോയിനുകളുടെയും റാങ്ക് അടിസ്ഥാനത്തിലുള്ള സ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി 2022 അതായത് ഈ ഒരു വർഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ഓൾട്ട് കോയിനുകൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഉണ്ടായിരുന്ന ടോപ്പ് 10 പൊസിഷനിൽ ഉണ്ടായിരുന്ന പല ഓൾട്ട് കോയിനുകളും വേറെ സ്ഥാനത്തേക്ക് താഴേക്ക് പോയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഓരോ ബിയർ മാർക്കറ്റിന് ശേഷം ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ പുതിയ ഓൾട്ട് കോയിൻസ് ആയിരിക്കും ആ ഒരു ടോപ്പ് 10 എന്ന് പറയുന്ന റാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അടുത്ത ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഏതൊക്കെ ഓൾട്ട് കോയിൻസ് ആയിരിക്കും ആ ഒരു ടോപ്പ് 10 പൊസിഷനിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള റിസർച്ചും കാര്യങ്ങളും നമുക്ക് നടത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നടത്താനായിട്ട് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ബിയർ മാർക്കറ്റിന് ശേഷം അടുത്തൊരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അടുത്തൊരു ബുൾ മാർക്കറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പ് 10 പൊസിഷനിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അല്ലെങ്കിൽ ഓൾട്ട് കോയിനാണ് പോളിഗൺ മാറ്റിക് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് വലിയ കമ്പനികൾ പോളിഗണുമായിട്ട് ചേർന്നുകൊണ്ട് പല പ്രൊജക്റ്റുകളും കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൾട്ട് കോയിനാണ് പോളിഗൺ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, പ്രാഡ ആൻഡ് അഡിഡാസ് ലിവറേജ് ഓൺ പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഫോർ ഫസ്റ്റ് കൊളാബറേറ്റീവ് NFT പ്രൊജക്ട്. അഡിഡാസ് പോലുള്ള വമ്പൻ കമ്പനികളൊക്കെ അവരുടെ ഫസ്റ്റ് NFT കൊളാബറേറ്റീവ് പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് പോളിഗൺ ബ്ലോക്ക് ചെയിനിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. പോളിഗൺ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ പോളിഗൺ എക്കോസിസ്റ്റം തന്നെ വളരെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നമ്മുടെ മാറ്റിക്കിൻ്റെ പ്രൈസിലും നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താണ്. മാത്രമല്ല, ബിറ്റ് കോയിൻ വെൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കമ്പനി GPG എന്ന് പറയുന്ന ഗ്രേറ്റ് പ്രോപ്പർട്ടി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാനഡ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ചേർന്നുകൊണ്ട് അവരൊരു ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റുകളെല്ലാം നമുക്ക് ക്രിപ്റ്റോ കറൻസീസ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ഫ്ലോ ക്രിപ്റ്റോ കറൻസിയിലേക്കും അല്ലെങ്കിൽ ബിറ്റ് കോയിനിലേക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു സ്പേസിന് വളരെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൂടെ ക്രിപ്റ്റോ കറൻസീസിൻ്റെ ഒരു സാന്നിധ്യം വരിക എന്ന് പറയുന്നത്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിട്ടുള്ള JP മോർഗൻ്റെ അനലിസ്റ്റ് ആയിട്ടുള്ള ഉമർ ഫാറൂഖ് പറഞ്ഞത് ക്രിപ്റ്റോ കറൻസി ഇപ്പോഴും ഒരു നാപ്സ്റ്റർ സ്റ്റേജിലാണെന്നാണ്. നാപ്സ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പനീനെ പറ്റിയിട്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതായിരുന്നു. നാപ്സ്റ്റർ എന്ന് പറയുന്നത് 90കളിൽ ഉണ്ടായിരുന്ന ഒരു P2P മ്യൂസിക് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു. അധികം വൈകാതെ തന്നെ പൂട്ടിപ്പോയ ഒരു സംരംഭമായിരുന്നു നാപ്സ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് 90കളിൽ നമുക്ക് നാപ്സ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നാപ്സ്റ്റർ എന്ന് പറയുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു. അത് അധികം വൈകാതെ തന്നെ പൂട്ടിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇന്ന് നമുക്ക് ആപ്പിൾ മ്യൂസിക്കും സ്പോട്ടിഫൈ പോലുള്ള മ്യൂസിക് ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നാപ്സ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സംരംഭം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായേനില്ല എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇന്നത്തെ ക്രിപ്റ്റോ കറൻസിയെ അന്നത്തെ നാപ്സ്റ്ററുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. അതായത് ഇന്നത്തെ ക്രിപ്റ്റോ കറൻസിയുടെ അവസ്ഥ അന്നത്തെ നാപ്സ്റ്ററിൻ്റെ അവസ്ഥയായിരുന്നു.
ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കാലത്ത് ക്രിപ്റ്റോ കറൻസിക്ക് ഇന്ന് സ്പോട്ടിഫൈക്കും ആപ്പിൾ മ്യൂസിക്കിനൊക്കെ കിട്ടുന്ന പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള സ്വീകാര്യത കിട്ടുമെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന അനലിസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാനുള്ളത് വളരെ വലിയൊരു ഗ്രോത്താണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസിലൊക്കെ നമുക്ക് എന്തായാലും ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബിയർ മാർക്കറ്റ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഓരോ ബിയർ മാർക്കറ്റും കാണാനായിട്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളരെ വില കുറവിന് ഒരു കോയിൻ കിട്ടുക, നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്ന രീതിയിൽ നമുക്ക് വില കുറവിന് കിട്ടുന്ന നല്ല പ്രൊജക്റ്റുകളുള്ള കോയിനുകളെല്ലാം നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബുൾ റണ്ണിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ബിയർ മാർക്കറ്റ് നോക്കി കാണാനായിട്ട്. ആദ്യം തന്നെ യാതൊരു തരത്തിലും പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാസം ബൈനാൻസ് ഫ്യൂച്ചേഴ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 126% പ്രോഫിറ്റാണ് എനിക്ക് ഈ ഒരു മാസം കിട്ടിയിട്ടുള്ളത്. അതായത് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് ഈ ഒരു മാസം, അതായത് ഈ ഒരു ബിയർ മാർക്കറ്റിൽ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് 126% എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പ്രോഫിറ്റ് തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സോ ഓരോ ബിയർ മാർക്കറ്റ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.